ആ ജൂതന്മാർ അവർ യൂറോപ്പിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നും കടന്നു വന്നവരാണ് അവർ ആ നാട്ടുകാരല്ല, അതിക്രമികളാണ് അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ 12 മക്കളിൽ സന്താനങ്ങളിൽ അവർ പെടുന്നില്ല. അവരോ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കത്തിന് ശേഷം, പ്രളയത്തിന്റെ ശേഷം മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് ഉണ്ടായ 3 മക്കളാണ് സാം, ഹാം, യാഫസ്. അങ്ങനെ 3 പേരുണ്ടായിട്ടുണ്ട്. അതിൽ സാമിന്റെ സന്താനങ്ങൾ അതേ നീഗ്രോക്കാരായ, കറുത്ത വർഗക്കാരായ, അതേ ആഫ്രിക്കയിലും സുഡാനിലുമുള്ള കറുത്ത വർഗക്കാരായി അവർ അങ്ങനെ പോയി. യാഫിസിന്റെ കുടുംബമാണ് അതേ യൂറോപ്പിലും മറ്റുള്ള നാടുകളിലുമൊക്കെയുമായി അവിശ്വസികളായി, ആ നിലക്ക് അതിക്രമികളായി അവർ അങ്ങനെ പോയി. അവരുടെ പാരമ്പര്യത്തിൽ വന്നവരാണ് ഇന്ന് ഇസ്രായേൽ സന്താന പരമ്പര. അതിക്രമികളാണ് അവർ, ജൂതന്മാരാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് വിശ്വസിച്ച് വന്ന മക്കളല്ല അവർ. യാക്കൂബ് നബി അലൈഹിസ്സലാമിൽ നിന്ന് വിശ്വസിച്ച് വന്ന മക്കളെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ പിളർത്തിക്കൊണ്ട് വിശ്വസിച്ചവരെ ഇക്കരയിലേക്ക് കടത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവർ ഖുദ്സിന്റെ ഭൂമിയിൽ ഇന്നുമുണ്ട്. അവര് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രനായ യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങനെ വരുന്ന മക്കളാണ്. അതിഭംഗിയുള്ളവരാണ്, നല്ല ദൃഢഗാത്രരാണ്, നല്ല ഒത്ത പുരുഷന്മാരാണ്. സുബ്ഹാനല്ലാഹ്. അവരെ കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നു, കാനൂ മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി മാ അന്നഹും അബ്നാഉ റജുലിൻ വാഹിദി. ഒരാളുടെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളായ അതേ ബനൂ ഇസ്രായേൽകാരിൽപ്പെട്ട അവരെ വിശ്വാസികളെ, അവർ നല്ല ഭംഗിയുള്ളവരാണ്, നല്ല മുഞ്ചുള്ളവരാണ്, നല്ല തിളക്കമുള്ളവരാണ്. അവരാണ് നമുക്കറിയാം ഇന്നത്തെ ഇസ്രായേലുകാരെയും ആ ഫലസ്തീനിലെ ഗസയിലുള്ളവരെയും ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ, അവരെ മുഖം നോക്കിയാൽ, അവരുടെ ശരീരത്തിന്റെ പ്രകൃതി നോക്കിയാൽ അത് നമുക്കറിയാം. യൂസുഫ് നബി അലൈഹിസ്സലാമിൽ നിന്ന്, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ആ മക്കളിൽ നിന്ന് ഉണ്ടായ യഥാർത്ഥ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്ന് ഫലസ്തീനിൽ, ഗസയിൽ, ഖുദ്സിന്റെ മണ്ണിൽ ഷഹീദായി പോകുന്നത്. അവർ ദാരിദ്ര്യത്തിലും കഷ്ടത്തിലും അതേ അധ്വാനത്തിലും ജീവിച്ചവരാണ് അവർ പരിശ്രമികളാണ്, ധൈര്യവാന്മാരാണ്. ഏത് ബോംബ് സ്ഫോടനങ്ങൾക്കിടയിലും നമുക്കറിയാമല്ലോ, പിഞ്ചോമന മക്കളുടെ ഓരോ വാക്കുകൾ, ഓരോ ധീരത, ഓരോ ധൈര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോ അത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. ഇസ്രായേലിയരെ പോലെ പേടിപ്പുക്കളന്മാരല്ല. ഇസ്രായേലിയർക്ക് ലോക പോലീസ് മേധാവി എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ എല്ലാ യുദ്ധ സന്നാഹങ്ങളും എല്ലാ ആയുധങ്ങളും അവർ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് അമേരിക്കൻ പട്ടാളം അത് നിഗൂഢമായി ഉണ്ട്, അത് നമുക്കറിയില്ല പലർക്കും. എങ്കിൽ ഈ പാവപ്പെട്ട ഫലസ്തീനുകാർ, ഗസയിലുള്ളവര്, ഖുദ്സിന്റെ മണ്ണിലുള്ളവര്, അതേ അവര് പാവപ്പെട്ട മുസ്ലിമീങ്ങളാണ്, അധ്വാനത്തിലും കഷ്ടത്തിലും വന്നവരാണ്. അവർ വളരെ മുഞ്ചുള്ളവരാണ്, ഭംഗിയുള്ളവരാണ്. അതുകൊണ്ടല്ലേ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് കനാനില്ല കാലഘട്ടത്ത് വല്ലാത്ത വിശപ്പ് സംഭവിച്ചപ്പോ, വല്ലാത്ത വിശപ്പ്, ക്ഷാമമാണ്, എവിടെയും ഭക്ഷണമില്ല. ആ സമയത്ത് ഈജിപ്തിലേക്ക് മക്കളെ അയക്കുകയാണ്, 11 മക്കളെയും അയക്കുകയാണ്. അപ്പോൾ മക്കളുടെ യാക്കൂബ് നബി അലൈഹിസ്സലാം ചൊല്ലു, മക്കളെ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദ്, നിങ്ങൾ ആ ഈജിപ്തിലേക്ക് റേഷൻ അരി വാങ്ങാൻ പോകുമ്പോ അവിടത്തെ ഒരേ വാതിലിൽ നിങ്ങൾ പോകുന്നു, മക്കളും നിങ്ങൾ ഒരേ ബായിൽ പത്തിട്ട് നിങ്ങൾ പോകണ്ട. കാരണം കാണുക നല്ല ചന്തമുള്ളാറ്, നല്ല ഭംഗിയുള്ളാറ്. ആൾമാരെന്തെങ്കിലും ചൊന്നെങ്കിൽ എന്ത് താകൂ, കണ്ണ് താകൂ,
ദൃഷ്ടി അത് ഉള്ളതാണ്. അൽ ഐനു ഹഖ്ഖുൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഈ ദൃഷ്ടി കണ്ണുതാകുക എന്നുള്ളത്, കണ്ണുകൊള്ളുക എന്നുള്ളത് അത് ഹഖാണ്, ഇത് യാഥാർത്ഥ്യമാണ്. അതിനു വേണ്ട എല്ലാ ദിക്റുകളും ഖുർആനിന്റെ ആയത്തുകളും അതേപോലെ സ്വലാത്തുകളെല്ലാം ഉണ്ട്. ഏതുമാവട്ടെ, യാക്കൂബ് നബി അലൈഹിസ്സലാം ഖുർആൻ അത് വിശദീകരിക്കുന്നു. മക്കളോട് ചൊല്ലു, മക്കളെ നിങ്ങൾ ഒരേ ബായിൽ പത്തിട്ട് പോവണ്ട. കാണുക നല്ല ചന്തമുള്ളാറ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഐറ്റും വൈറ്റും ഉണ്ട്, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം ചൊല്ലു, വദഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വേറെ ഡോറിലൂടെ, വായിൽ വാതിലിലൂടെ നിങ്ങൾ ഈജിപ്തിലേക്ക് റേഷൻ അരി വാങ്ങാൻ പോകണം മക്കളെ. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെയാണ് സഹോദരങ്ങളെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ പിളർത്തിക്കൊണ്ട് അത്ഭുതകരമായ നിലയ്ക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അപ്പുറം കടത്തി അതേ ഈജിപ്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇന്നത്തെ ഇസ്രായേൽക്കാർ അവർ നബിമാരുടെ പാരമ്പര്യത്തിൽ വന്നവരാണെന്ന് വാദിക്കുകയാണ്. കൊടും ചതിയാണത്. അല്ല, അവർ ജൂതന്മാരാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായി അവർ ശേഷം സുബ്ഹാനല്ലാഹ് ആ കാലഘട്ടത്ത് തൗറാത്ത് അവർക്ക് ഓതി കേൾപ്പിച്ചു. പക്ഷേ ആ തൗറാത്തിനെ അവർ കാറ്റിൽ പറത്തി. തൗറാത്തിൽ അവർ വിശ്വസിച്ചില്ല. അതേപോലെ തന്നെ അതിനു മുമ്പേ ആ ജെറുസലമിൽ, ഫലസ്തീനിൽ, ഈജിപ്തിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമും അതേപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമും 75 വർഷക്കാലം നീണ്ടതായ അവർ നബിമാരായി ഭരണാധികാരികളായി അവിടെ വാണോ. ജെറുസലം സുബ്ഹാനല്ലാഹ് ഇസ്രായേലിന്റെയും ഫലസ്തീന്റെയും വലിയ കേന്ദ്രമാണ്, പട്ടണമാണ് ജെറുസലം. ആ ജെറുസലം ഇന്നവർ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരധികാരവും അവർക്കില്ല. ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അറാദ അൻ യൻദുറ ഇലാ മദീനത്തിൻ മിൻ മുദനിൽ ജന്ന ഫൽയൻദുർ ഇലൽ ഖുദ്സ്. ആരെങ്കിലും ഈ ഭൂമിയിൽ സ്വർഗീയമായ ഒരു നാടിനെ, ഒരു പട്ടണത്തെ, സ്വർഗീയ പട്ടണത്തെ നോക്കുക ആസ ഉണ്ടോട്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഫൽയൻദുർ ഇലൽ ഖുദ്സ്, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് നിലകൊള്ളുന്ന ആ ഫലസ്തീൻ, ആ ജെറുസലമിലേക്ക് നോക്കിക്കൊള്ളട്ടെ. അത്രയും അന്തസ്സുള്ള, അത്രയും ഭംഗിയുള്ള ഒരു നാടാണ്. പക്ഷേ ഇസ്രായേൽ എന്ന പേര് വിട്ടുകൊണ്ട് ആ ജൂതന്മാർ അല്ലാഹുവിൽ വിശ്വാസമില്ല. ഒരിക്കലും അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. അവർക്ക് ആ സ്ഥലത്തിനോടും ആ മണ്ണിനോടും ഒരു അർഹതയുമില്ല. അതിലൊരു സംശയം വേണ്ട. ഉണ്ടെങ്കിൽ അവരിൽ ഏകദൈവ വിശ്വാസം വേണമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസമാണ്, മന്ത്രധ്വനിയാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ സർവ്വ നബിമാരും, ദാവൂദ് നബി ആണെങ്കിലും, സുലൈമാൻ നബി അലൈഹിസ്സലാം ആണെങ്കിലും, ഹാറൂൻ നബി ആണെങ്കിലും, മൂസാ നബി അലൈഹിസ്സലാം ആണെങ്കിലും എല്ലാവരുടെ ഏക ധ്വനിയാണ്, മന്ത്രധ്വനിയാണ്, തൗഹീദിന്റെ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർക്ക് മാത്രമാണ് അതിൽ അവിടെ ആ മണ്ണിൽ അധികാരമുള്ളത്. പക്ഷേ ഇന്നുള്ള ആ ജൂതന്മാർ, ഇസ്രായേൽക്കാർക്ക് അതിൽ വിശ്വാസമില്ല. മാത്രമല്ല, AD 2-ാം നൂറ്റാണ്ടിൽ അവരതാ സ്വന്തം ഒരു ഗ്രന്ഥമുണ്ടാക്കി, തൽമൂദ് എന്നുള്ള ഗ്രന്ഥം. ആ തൽമൂദ് എന്നുള്ള ഗ്രന്ഥമാണ് ഇന്ന് അവരുടെ കയ്യിലുള്ളത്. തൽമൂദ് എന്നുള്ള ഗ്രന്ഥം അത് വേദഗ്രന്ഥമല്ല, അത് ദൈവീകമായ ഒരു ഗ്രന്ഥമല്ല, അത് അല്ലാഹുവിൽ നിന്ന് വന്ന ഗ്രന്ഥമല്ല, അത് ഒരു നബിക്കും ഇറക്കി കൊടുത്തതല്ല. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് സബൂർ. മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് തൗറാത്ത്. അതിനെ അവർ കൈവിട്ടു, സ്വന്തം ഗ്രന്ഥമുണ്ടാക്കി. ജൂതന്മാരാണ്, അക്രമികളാണ്, പരാക്രമികളാണ് അവർ. പക്ഷേ അല്ലാഹു അവരെ പരീക്ഷിക്കുകയാണ്. ഖുത്ബയിൽ നിങ്ങൾ കേട്ടു, ഇന്നല്ലാഹ യഅ്മുറുകും ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നീതിമാനാണ്. നിങ്ങളോട് നീതി കൊണ്ട് അല്ലാഹു കൽപ്പിക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങൾ നീതി പുലർത്തുക. നമ്മുടെ മനസ്സിൽ പല ചോദ്യങ്ങളും വന്നേക്കാം. എന്താണ് നീതി? നീതിമാനായ അല്ലാഹു എന്തേ ആ ഖുദ്സിന്റെ ആ മണ്ണിലേക്ക് നീതി വിധിക്കുന്നില്ല?
പക്ഷേ ഉണ്ട് മുത്തുമൊമ്മിനിങ്ങള് ഊടെ ഓരോ മനുഷ്യന്മാരും ചൂണ്ടൽ അതേ കാലത്തേക്ക് നക്കുള് കോത്തിട്ട് മീന് വലിക്കുമ്പത്തേക്ക് മീന് വിചാരിക്കറ് ഇത് നക്ക് തിന്നോകു തണ്ട് മീന് വിചാരിക്കറ് ഇത് നക്ക് തിന്നോകു വജീനായിട്ട് തണ്ടേട്ട് ഭാര്യ കുസിലത് തിന്നോട്ടുണ്ട് പക്ഷേ അള്ളാഹു കുടുക്കി വലിക്കുറോണായിട്ട് ഈ കാലിട്രോണു ഏത് നിലക്കാ മീനിനെ ഹിക്മത്തോട് തന്ത്രത്തോട് ഐഡിയത്തോടു കൂടി വലിക്കുന്നുണ്ടോ അതുപോലെയാണ് ഫറോവമാരെയും കിങ്കിരന്മാരെ ഒക്കെയും അല്ലാഹു ആ ചെങ്കടലിൽ മുക്കി കൊന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് അക്രമികളെ അല്ലാഹ് കൈവിടല ഒരിക്കലും അക്രമികളെ അല്ലാഹു കൈവിടല അക്രമികൾക്ക് വേണ്ട പാഠം ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു കൊടുക്കും അല്ലാഹു കൊടുക്കുന്നവനാണ് അവർ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശുഹദാക്കളായി സ്വർഗീയ ലോകത്തേക്ക് ഇല്ലിയിലേക്ക് കടന്നു പോവുകയാണ് ഗസയുടെ മുഅ്മിനീങ്ങൾ സഹോദരങ്ങളെ ആ നിലക്ക് അതിന്റെ ചരിത്രങ്ങൾ ആ മനസ്സിലാക്കി വെക്കുക നാം അറിഞ്ഞു വെക്കുക പഠിച്ചു വെക്കുക അല്ലാഹു നീതിമാനാണ് നീതി പുലർത്തുക കുടുംബങ്ങൾക്കിടയിൽ സമുദായത്തിന്റെ ഇടയിൽ നാട്ടിലുള്ളവർക്കിടയിൽ എല്ലാ മക്കളിലും അതേ മരുമക്കളിലും എല്ലാവരിലും നീതി പുലർത്തുക നീതിമാനായ അല്ലാഹു നീതി പുലർത്താൻ വേണ്ടി പഠിപ്പിക്കുന്നു പക്ഷേ ഈ ദുനിയാവിൽ അമ്പിയാക്കൾ കഷ്ടപ്പെട്ടോ ഔലിയാക്കൾ കഷ്ടപ്പെട്ടോ പല നഷ്ടങ്ങളും അവർക്കുണ്ടായി ഏറ്റവും ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ടത് നബിമാരാണ് പിന്നെ സ്വഹാബാക്കൾ താബിഈങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരാണ് ഈ ദുനിയാവിൽ പട്ടിണിയിരുന്നത് വിഷപ്പടക്കിയത് വിഷപ്പയോടുകൂടി ജീവിച്ചത് ആക്രമങ്ങൾ ഏറ്റുവാങ്ങിയത് നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ടത് എങ്കിൽ അദ്ദുന്യാ സിജനുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ ഈ ദുനിയാവ് അത് മുഅ്മിന്റെ ജയിലാണ് കാഫിറിന്റെ സ്വർഗ്ഗമാണ് കാലാകാലമുള്ള ഒരു ജീവിതമുണ്ട് പാരത്രിക ജീവിതം അവിടത്തേക്ക് വേണ്ടിയാണ് എല്ലാം നീക്കി വെക്കുന്നത് അവിടത്തേക്ക് വേണ്ടിയാണ് എല്ലാ വിജയവും മരണം എല്ലാവർക്കും ഒന്നല്ല ഒരു സമയം നിർബന്ധമാണ് അതെങ്കിലും എവിടെ എപ്പോഴെന്ന് ഏത് അവസ്ഥയിലെന്ന് ആർക്കും അറിയില്ല അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി പെരുമാറാവട്ടെ ഖുദ്സിന്റെ മണ്ണിൽ ആ ശത്രുക്കളുടെ സ്ഫോടനങ്ങൾക്കിരായി ശരീരം ചിന്നിച്ചിതറി സുബ്ഹാനല്ലാഹ് ഷഹീദാകുന്ന ആ ഗസയിലെ ഖുദ്സിലെ മുത്തുമുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഷഹീദിന്റെ ശുഹദാക്കളുടെ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്ക് ദുആ ചെയ്യാം ദുആ ആണ് ഏറ്റവും വലിയ ആയുധം ഒറ്റക്കിരുന്നും കൂട്ടമായും കുടുംബം ഒട്ടിക്കടിച്ചിട്ടോ നമ്മൾ അല്ലാഹുവിന്റെ കൈ നീട്ടി ദുആ ചെയ്യുക അല്ലാഹു ഖുദ്സിനെ ബൈത്തുൽ മുഖദ്ദസിനെ ജെറൂസലമിനെ ആ ഗസയുടെ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യജൂദന്മാരുടെ